السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയങ്കരായ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ ഡോക്ടർ ഫസലുർ റഹ്മാൻ, പ്രസിഡന്റിലുള്ള മണ്ഡലം ഭാരവാഹികളായ ഫരീദ് ക, മുഹമ്മദ് അദ്ക്കാർ, ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനായ യുവ പണ്ഡിതൻ മൂസ സ്വലാഹി കാര, നമ്മുടെ പ്രിയപ്പെട്ട ഹംസ മദീനി തുടങ്ങി വേദിയിലും സദസ്സിലുമായി എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് റമദാനിന് മുമ്പ് ഒരിക്കൽ കൂടി നമുക്ക് ഈ വാരണാക്കര ദേശത്ത് ഒരുമിച്ച് ചേരാൻ അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്, അവസരം ലഭിച്ചിരിക്കുകയാണ്. ഓരോ വർഷവും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മുടെ നാട്ടിലെ ദഅ്വാ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ ഓരോ വിഷയ സംബന്ധമായി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ വിഷയങ്ങളെ സമൂഹത്തിൽ എത്തിച്ച് അതിൻ്റെ ഒരു പുണ്യം നേടിയെടുക്കുക എന്ന, അതിൻ്റെ ഒരു അവസരം സൃഷ്ടിക്കുക എന്നതാണ് ഇത്തരം പ്രോഗ്രാമുകൾ കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം ഉള്ള ഈ ഒരു പ്രദേശത്ത് പക്ഷേ അതിൻ്റെ ദൗത്യം വളരെ വലുതാണ് എന്ന് നമ്മുടെ സമൂഹ സാഹചര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഈ ശബ്ദം അങ്ങാടി വരെ അല്ലെങ്കിൽ ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ എത്തുന്ന ആളുകളൊക്കെ എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിനു മുമ്പുള്ള പ്രോഗ്രാമുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ നാട്ടിലെ ഓരോ വ്യക്തിയെയും ആത്മാർത്ഥമായി ക്ഷണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ക്ഷണിക്കാൻ മാത്രമാണ് നമുക്ക് സാധിക്കുക. അതിലേക്ക് എത്തേണ്ടത് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടത് പടച്ച റബ്ബാണ്. അപ്പോൾ അതിനുള്ള അവസരം സാധാരണഗതിയിലെ സ്ക്വാഡ് വർക്ക് ഇറങ്ങി വീട്ടിലൊക്കെ കയറി ഇറങ്ങി നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി ക്ഷണിച്ച് ആളുകളെ ക്ഷണിക്കാറുണ്ട്. ഇൻഷാ അല്ലാ ഈ പ്രാവശ്യം അത് നമുക്ക് നിർവഹിക്കേണ്ടി വന്നിട്ടില്ല, നമുക്ക് വേണ്ടി അത് പലരും നിർവഹിച്ചിട്ടുണ്ട്. ആ വിവരം എത്തിയിട്ടുണ്ട് വീട്ടിൽ. മെസ്സേജായും വോയിസ് കോളായൊക്കെ ഒക്കെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഇതിലേക്കുള്ള ക്ഷണം ആത്മാർത്ഥമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഈ പ്രോഗ്രാമിൽ നേരിട്ട് എത്തി കേൾക്കാൻ പ്രയാസമുള്ളവർ, മാനസികമായി അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ലൈവായിട്ടുണ്ടെങ്കിൽ ആ നിലക്ക്, അതല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ഏതെങ്കിലും പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിനെ നോക്കിക്കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു പ്രോഗ്രാം നടത്തി 2 പ്രധാനപ്പെട്ട വിഷയങ്ങളെയാണ് നമ്മളതിൽ വിഷയമാക്കി കൊണ്ടുവന്നത്, പ്രമേയമാക്കി കൊണ്ടുവന്നത്. ഒന്ന്, ഈ ദുനിയാവിൽ മരണത്തിന് മുമ്പ് ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യവും മരണാനന്തര ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന 2 പ്രധാന വിഷയങ്ങളെ നമ്മുടെ സാമൂഹിക ഈ പശ്ചാത്തലങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ബഹുമാനായ നിഷാദ് സലഫിയും മുനവർ സലായും വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതിന് തൊട്ട് ശേഷം ബഹുമാനായ KJയുടെ സെക്രട്ടറി ഹനീഫ് കായക്കൊടിയുടെ ഒരു പ്രഭാഷണം, വെസ്റ്റിൻ്റെ മലപ്പുറം വെസ്റ്റിൻ്റെ ജില്ലാതലത്തിൽ തന്നെ ഈ പ്രോഗ്രാം നടക്കുകയും വളരെ മോശമായി നമ്മുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെ, വിസ്ഡത്തെ, പ്രസ്ഥാനത്തെയൊക്കെ മോശമാക്കി കാണിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ട് കടന്നുപോയി. ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, സഹായം തേടാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും അത് പള്ളിയറകളിലും വീട്ടുകളിലുമൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോഗ്രാമുകളിലൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി ഗവേഷണം ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായി ഇവിടെ പ്രചരിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, അത്തരത്തിൽ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ, നമ്മൾ ദീർഘമായി ഈ വാരണാക്കരയുടെ പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാരണന്മാർ, ഇവിടുത്തെ പഴയ തലമുറയുടെ അടുത്ത് നിന്ന് അടിയും കുത്തുമേറ്റ് ഓടി അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ദീനി പ്രബോധനം നടത്തിയത്. അവരെക്കാൾ മോശമായ നിലക്ക്, അതല്ലെങ്കിൽ ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ മക്ക മുശ്രിക്കുകളേക്കാൾ മോശമായ നിലക്കുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് വിസ്ഡം
ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് നാമകരണം ചെയ്യുക ഈ ഒരു കൊച്ചു സംഘടനയുടെ ഒരു പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും ഉള്ളത് എന്നാണ്. വളരെ സാധാരണക്കാരായ പാവങ്ങളായ ഒരു നാട്ടിലെ ഒരേ കാലം കൊണ്ട് ആദർശ രംഗത്ത് സജീവമായി ജീവിക്കുകയും സുബഹി തൊട്ട് ഇശാ വരെ പള്ളിയിൽ പോകാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരം ലഭിക്കുകയും അത്തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു പാവം ജനതയുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ടോ എനിക്കറിയില്ല, 2-3 തവണ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, നമ്മളൊരു സംഘടന, ഒരു രാഷ്ട്രീയ സംഘടനയെ പോലെ ഒരു അടിമത്വത്തിലേക്ക് അടിമകളായി ഒരു വിശുദ്ധത്തിൻ്റെ പ്രവർത്തകർ മാറിയിരിക്കുന്നു എന്നാണ്. പക്ഷേ ആ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, മുന്നിലിരിക്കുന്ന സാധാരണക്കാരായ ദീനിനോട് സ്നേഹമുള്ള കൂറുള്ള ആത്മാർത്ഥതയുള്ള ആളുകളൊക്കെ ഇത്തരത്തിലൊരു അടിമകളായ നിലക്കായിരിക്കും എന്ന ബോധ്യത്തിലാണോ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നറിയില്ല. ഏതായാലും നമ്മുടെ നാട്ടുകാർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. വിഷയങ്ങൾ ഒരു സദസ്സിൽ വന്നിരുന്ന് കേട്ട് പഠിക്കാൻ അവസരമില്ലാത്തവർ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സമുള്ളവർ, ഭയമുള്ളവർ, അതിനല്ലാത്ത മറ്റു മാർഗങ്ങളിലൂടെ നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ആ പ്രസംഗത്തിലെ മുഴുവൻ വാചകങ്ങൾ, ഓരോ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളും എടുത്ത് കഷ്ണങ്ങളാക്കി അയച്ചു തന്ന് അതിൻ്റെ സത്യാവസ്ഥ നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള ഒരു ആത്മാർത്ഥതയും സൗമനസ്യതയും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായി എന്നത് വളരെ സന്തോഷകരമാണ്. അത് നിലനിർത്തിയാൽ മതി. നമുക്ക് മെമ്പർഷിപ്പ് കൂട്ടേണ്ട ആവശ്യമില്ല. ഒരു ഇസാഖും ഒരു സുലൈമാനും ഒരു ഡോക്ടർ ഫസൽ റഹ്മാനും മാത്രം, അതിലപ്പുറം ഒരു 4 ആളെയും കൂടി കൂട്ടി നാളെ ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കണം, അതല്ലെങ്കിൽ ഇവിടെ വലിയൊരു മെമ്പർഷിപ്പ് ഉണ്ടാക്കി വലിയൊരു സമ്മേളനം നടത്തണമെന്നും ആഗ്രഹമില്ല. ജനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തണം. ഈ പ്രോഗ്രാം തന്നെ സാധാരണഗതിയിൽ ആകെ 3 ആളാണെങ്കിലും നാട്ടിൽ എല്ലാവരെയും നേരിട്ട് ക്ഷണിക്കാറുണ്ട്. പക്ഷേ അത് നമുക്ക് പകരം പലരും ക്ഷണിച്ചു. അത് മതി, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. വിഷയങ്ങൾ ആദർശപരമായി ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ട വിഷയങ്ങളെ, അത് തൗഹീദായാലും ആഖിറത്തായാലും റിസാലത്തായാലും മറ്റു സാമൂഹിക പ്രശ്നങ്ങളായാലും കുടുംബ പ്രശ്നങ്ങളായാലും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളും അത് പരിഹരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ റമദാനിന് മുമ്പ് നല്ലൊരു പ്രോഗ്രാം റമദാനിലേക്ക് അടുക്കുമ്പോൾ ആ റമദാനിലേക്ക് നല്ല മനസ്സോടുകൂടി പ്രവേശിക്കുവാനും റമദാനിൽ ചെയ്യുന്ന സുന്നത്തുകളും ഫർളുകളും ചെയ്യുന്ന ദാനധർമ്മങ്ങളുമൊക്കെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബഹുമാനായ മൂസ സലാഹി കാര, അതേപോലെ തന്നെ ഹാരിസ് കായക്കൊടി, നമ്മുടെ ബഹുമാനായ ഹംസ മദീനിയൊക്കെ വിഷയങ്ങൾ അധികരിച്ച് സംസാരിക്കും. ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചോദിച്ചറിയാനുള്ള അവസരങ്ങളൊക്കെ നമുക്കുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ആരൊക്കെയാണ് വന്നത്, ആരൊക്കെയാണ് കേൾക്കുന്നത്, ആരൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നില്ല രജിസ്റ്റർ ബുക്കോ നോട്ടീസോ കാര്യമൊന്നും നമ്മളെടുത്തില്ല. വന്നവർക്ക് കേൾക്കാം, കാതുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാം. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വമാണ് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നത്. ഒരു ബലാത്കാരവും ദീനിൻ്റെ കാര്യത്തിലില്ല. അത് പരിപാടിയിൽ പങ്കെടുക്കാനാലും ശരി പങ്കെടുക്കാതിരിക്കാനായിരുന്നാലും ശരി, ദീനിൽ ബലാത്കാരമില്ല എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിനുണ്ട്. എങ്കിലും നമ്മുടെ പാരമ്പര്യം എന്ന രീതിയിൽ പേടി, ഒരു ശിർക്ക് സംഭവിച്ചു പോകുമോ എന്നൊരു പേടിയും ഭയവുമാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ആ വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്. ഇതിനൊക്കെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് പരലോകത്തെ പുണ്യം, പരലോകത്തെ രക്ഷ മാത്രമാണ്. ആരുടെയും തൃപ്തി ഇവിടെ നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ ഭയപ്പെടുന്നില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നു എന്ന ഒരു ഉറച്ച വിശ്വാസവും പ്രാർത്ഥനയും മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇവിടെ പ്രോഗ്രാമിൽ വന്നിരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സാധ്യമായ ശബ്ദപരിധിയിൽ ഇരുന്നു കൊണ്ട് പ്രോഗ്രാമുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. കേട്ടതിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഏതൊരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കുക. തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരന്തരമായി നിങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ആ കോൺടാക്ട് നമ്പറിലൂടെ മെസ്സേജായും നേരിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ആ തെറ്റുകളെ തിരുത്തുവാനും ഒക്കെ നിങ്ങൾക്ക് അവസരമുണ്ട്. അതിനൊക്കെ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ഡോക്ടർ ഫസൽ റഹ്മാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.